തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞു. ഇന്നലെയായിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്നലെ 5 മണിയോടുകൂടി ഏകദേശം ആ ഒരു ചിത്രം തെളിഞ്ഞു. ഏകദേശം എന്നല്ല, പൂർണ്ണമായും ആ ഒരു ചിത്രം തെളിഞ്ഞിരിക്കുന്നു. പോരാട്ട ചൂടിലേക്ക് കേരളം മാറിയിരിക്കുന്നു. സംസ്ഥാനത്താകെ 72,005 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. കോൺഗ്രസിനും BJPക്കും വിമതരുടെ വൻ നിരയാണ് ഉള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് നമുക്കറിയാം, കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച BJP സ്ഥാനാർത്ഥി ശാലിനി, അവർക്ക് റിബൽ സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് തന്നെയാണ് ചേരുന്നത്. കമലേഷ്, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി എന്തായാലും തെരഞ്ഞെടുപ്പ് ചിത്രം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിനും BJPക്കുമൊക്കെ വിമതശല്യം ഇപ്പോഴും ഉണ്ട്. അതായത് പിൻവലിക്കണമെന്ന് മുരളീധരൻ അടക്കം ആവശ്യപ്പെട്ടിട്ടും പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ അനുഭവിച്ച ആളുകളാണ് വിമതരായി നിൽക്കുന്നത്. കമലേഷ്. ഭദ്ര, തീർച്ചയായും ഇന്നലത്തോടുകൂടി സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരു ചിത്രം ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ്. പിൻവലിക്കാനുള്ള പത്രികകൾ ഉണ്ടെങ്കിൽ അത്തരം പിൻവലിക്കേണ്ടതൊക്കെ പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു അന്തിമ ചിത്രം ഈ നാമനിർദ്ദേശ പത്രികകളുമായി ബന്ധപ്പെട്ട്, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കെല്ലാം ചിഹ്നവും അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് ഇന്നലത്തോടുകൂടി എന്നതാണ് സാഹചര്യം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ 72,005 കൃത്യമായി പറഞ്ഞാൽ 72,005 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 37,886 സ്ത്രീ സ്ഥാനാർത്ഥികളും അതുപോലെ 34,218 പുരുഷ സ്ഥാനാർത്ഥികളും ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥിയുമാണ് സംസ്ഥാനത്ത് മത്സരരംഗത്തുള്ളത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും നിലവിലിപ്പോൾ ഈ മത്സര ചിത്രം തെളിയുന്നു എന്നതിനൊപ്പം തന്നെ ഈ പ്രചരണ രംഗത്തെ ഏറ്റവും ചൂടേറിയ പ്രചരണത്തിലേക്ക് ഇനി കാര്യങ്ങൾ പോവുകയാണ്. നിലവിലിപ്പോൾ ഈ ആളുകളെ നേരിട്ട് കണ്ടും അതുപോലെ തന്നെ ഭവന സന്ദർശനങ്ങളും ഒക്കെ നടത്തി മുന്നേറുന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ആ നിലയിൽ വോട്ട് പരമാവധി പെട്ടിയിലാക്കാനുള്ള ഒരു ഇടപെടലാണ് നിലവിലിപ്പോൾ നടത്തുന്നത്. പരമാവധി ആളുകളെ ഇപ്പോൾ 2-3 റൗണ്ട് ആളുകളെ നേരിട്ട് കണ്ടു കഴിഞ്ഞു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ. പക്ഷെ പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ UDFനെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും ഈ വിമത സ്ഥാനാർത്ഥികളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്നലെ ഉൾപ്പെടെ നമ്മൾ ഒരു സ്ഥാനാർത്ഥിയുമായി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ഉള്ളൂർ വാർഡിൽ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയായി ഒരു ജോൺസൺ തങ്കച്ചൻ മത്സരിക്കുന്നു. ഇവർക്കൊക്കെ പറയാനുള്ളത് പ്രധാനമായും ഈ കാലങ്ങളായി ഇത്തരം സീറ്റുകളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആളുകളെ, നേതാക്കളെ മാറ്റണം എന്നുള്ളതാണ്. അവർക്ക് പ്രായാധിക്യം കൊണ്ട് നടക്കാൻ പോലും ആകാത്ത ആളുകൾ കൂടി കഴിഞ്ഞ 10-30 വർഷമായി ഒരേ സീറ്റിൽ തുടർച്ചയായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യുവാക്കൾക്ക് വലിയ പരിഗണന നൽകുന്നു എന്ന് കോൺഗ്രസ് പറയുമ്പോഴും അത് പ്രവൃത്തിയിൽ കാണുന്നില്ല എന്ന് കോൺഗ്രസിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെ പ്രവർത്തകർ പറയുകയും കോൺഗ്രസിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ദിവസമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മൾ ചെന്ന് കണ്ടത്. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് ഈ നാമനിർദ്ദേശ പത്രിക എന്തായാലും പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിൻ്റെ ഇത്തരം നെറികേടുകൾക്കെതിരെ നിവർന്നു നിന്ന് പൊരുതാൻ തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് മത്സരരംഗത്തുണ്ട്, കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രിക അദ്ദേഹം പിൻവലിച്ചിട്ടില്ല. അയാളുടെ മാത്രം കാര്യമല്ല, ഇതൊരു ഒരാളുടെ മാത്രം കാര്യമല്ല. സംസ്ഥാനത്താകെ ഇത്തരത്തിൽ വലിയ നിലയിൽ ഒരു വിമത ശല്യം കോൺഗ്രസ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും നിലവിലിപ്പോൾ ഈ മത്സരം നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതോടൊപ്പം ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ഉള്ളത് വയനാട്ടിലാണ്. ഈ വിമതരുടെ പ്രശ്നം പറയുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ BJPക്കും വലിയ തിരിച്ചടി ഈ വിമത ശല്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഈ തിരുവനന്തപുരത്ത് തന്നെ കോർപ്പറേഷനിലെ പനങ്ങാട്ടോല വാർഡിനകത്ത് മത്സരിക്കുന്ന ശാലിനി നേരത്തെ കൈഞ്ഞരമ്പ് ഉൾപ്പെടെ മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. മത്സരരംഗത്തേക്ക് പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപത്തിൻ്റെ ഭാഗമായി. പക്ഷേ അപ്പോഴേക്കും BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. അവർ പ്രചരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കൈഞ്ഞരമ്പ് ഉൾപ്പെടെ മുറിച്ച ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ശാലിനിക്ക് വീണ്ടും അവിടെ മത്സരിക്കാനൊരു സീറ്റ് നൽകുന്നത്. പക്ഷേ അതും മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയി. നേരത്തെ അവിടെ മത്സരരംഗത്തുണ്ടായിരുന്ന ശ്രുതി ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ, ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ തയ്യാറായില്ല. നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന അല്ലെങ്കിൽ പലതരത്തിലും ഇത്തരത്തിലുള്ള പ്രീണനങ്ങൾക്ക് വഴങ്ങി, ഇത്തരത്തിൽ ഭീഷണിക്ക് വഴങ്ങി ആളുകൾ പലതരത്തിലുള്ള തീരുമാനങ്ങൾ പാർട്ടി കൈക്കൊള്ളുന്നു. അതിനെതിരെ ശ്രുതിയും മത്സരരംഗത്ത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ ആ വാർഡിൽ 2 സ്ഥാനാർത്ഥികൾ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതുപോലെ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ മറ്റ് പലയിടങ്ങളിലും കോവളത്ത് ഈ നിലയിൽ വലിയ വിമത ശല്യം കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്.
ഇതേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പനങ്ങാട്ടോലയിൽ BJP സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതേ മുനിസിപ്പാലിറ്റിയിൽ 3 വാർഡിൽ മത്സരരംഗത്ത് മുസ്ലിം ലീഗ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് UDFന്റെ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ വേറെ തന്നെ കോൺഗ്രസിനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുസ്ലിം ലീഗ് മറ്റിടങ്ങളിലെല്ലാം 3 ഇടങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ 5 വാർഡുകളിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ തലസ്ഥാന നഗരസഭയിൽ തന്നെ 8 വാർഡുകളിൽ UDFന് വിമതരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോൺസൺ തങ്കച്ചൻ ഉൾപ്പെടെയുള്ള 8 വിമത സ്ഥാനാർത്ഥികൾ കോൺഗ്രസിന് ഭീഷണിയായി ഈ കോർപ്പറേഷനകത്ത്, തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മാത്രമുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. അതോടൊപ്പം ഈ കോൺഗ്രസ് വിമതരുടെ വലിയ നിര ഇതിനകത്തുണ്ട്. സീറ്റ് ഈ ജോസഫ് ഗ്രൂപ്പ് UDFുമായി ഇടഞ്ഞു നിന്നുകൊണ്ട് മത്സരരംഗത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 5 ഇടത്ത് ജോസഫ് ഗ്രൂപ്പും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും BJPയും കോൺഗ്രസും, അതായത് UDFും NDAയും വലിയ നിലയിൽ വിമതശല്യം, മറ്റ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമുള്ള വലിയ പടലപ്പിണക്കങ്ങൾ, തർക്കങ്ങൾ, അടികളെല്ലാം കൊണ്ട് ആകെ ഒരു എന്താ പറയുക, കൃത്യമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്രചരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ ഈ 2 മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതേസമയം LDF സ്ഥാനാർത്ഥികൾ അതിവേഗം ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2ഓ 3ഓ ഘട്ടം ഈ വീട് കയറൽ ഉൾപ്പെടെ, അതായത് ഭവന സന്ദർശനം ഉൾപ്പെടെ, ആളുകൾ നേരിട്ട് കാണൽ ഉൾപ്പെടെ പൂർത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് LDF സ്ഥാനാർത്ഥികൾ മുന്നേറുന്ന ഒരു സാഹചര്യമാണ്. വലിയ പിന്തുണ LDF സ്ഥാനാർത്ഥികൾക്ക് വോട്ടർമാർക്ക് ഇടയിൽ ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം.